വാരാഹി ദേവിനെ മന്ത്രസാധനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കടബാധ്യത മാറും, ശത്രുനാശം സംഭവിക്കും, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയുടെ മന്ത്രസാധനം ചെയ്യുന്നവര് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രം ഏത് വാരാഹി ദേവിയുടെയാണെന്നുള്ള നിശ്ചയമുണ്ടോ? ഈ വാരാഹി ദേവിക്ക് തന്നെ പല ഭാവങ്ങളുണ്ട്. 12 മുതൽ 16 ഭാവങ്ങൾ ദേവിയുണ്ട്. സ്വപ്നവാരാഹി, ചണ്ഡവാരാഹി, മഹിവാരാഹി, കൃഗവാരാഹി, മത്സ്യവാരാഹി, മഹിഷവാരാഹി, ഉന്മത്തവാരാഹി, ലഘുവാരാഹി, കിരാതവാരാഹി, ശ്വേതവാരാഹി, ധൂമ്രവാരാഹി, വാർത്താളി, ആദിവാരാഹി, സിംഹാരൂഢവാരാഹി, അശ്വാരൂഢവാരാഹി, മഹാവാരാഹി. അതിൽ ഉഗ്രസ്വരൂപിണിയായിട്ടുള്ള ദേവതകളും ദേവിയുടെ ഭാവമുണ്ട്. നിങ്ങൾ ചൊല്ലുന്നത് ഏത് വാരാഹിയുടെയാണ് നിങ്ങൾക്ക് ഒരു നിശ്ചയമുണ്ടോ? നിങ്ങൾ ആര് പറഞ്ഞിട്ട് ചെയ്തു? ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന മന്ത്രങ്ങൾ നിങ്ങൾ ചൊല്ലുന്നു. അത് ഏത് ഭാവത്തിലാണ് ദേവി, ഏത് രൂപത്തിലാണ് പ്രത്യക്ഷമാവുക, ഏത് ഭാവത്തിൽ നമ്മുടെ അനുഭവതലത്തിൽ വരിക എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ട് അങ്ങനെ ചില കാര്യങ്ങൾ രഹസ്യമാക്കി വെച്ചിരിക്കുന്നു? കാരണം നമ്മുടെ പൂർവികർ, നമ്മുടെ താന്ത്രിക മാന്ത്രിക വിദ്യയൊക്കെ കൈകാര്യം ചെയ്തിരുന്ന നമ്മുടെ പൂർവികര് ഈ വാരാഹി ദേവിയുടെ കുറച്ച് മന്ത്രങ്ങൾ പരസ്യമാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ചില ഭാവങ്ങൾ, ദേവിയുടെ ചില മന്ത്രങ്ങൾ രഹസ്യോന്മുഖമായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം അത് രഹസ്യ സ്വഭാവമുള്ളതാണ്. അതിന് നിയോഗമുള്ളവൻ ചെയ്യേണ്ടവനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ദേവിയെ ഉപാസിക്കുന്നതിന് ആ മന്ത്രോപാസാധന ചെയ്യുന്ന ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, അത് നല്ല ഗുരുവിൻ്റെ ദീക്ഷാക്രമത്തിൽ നിന്ന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിന് നിങ്ങൾക്ക് നിയോഗം ഉണ്ടോ എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. വെറുതെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ദേവീനെ ഉപാസിക്കാനോ മന്ത്ര സാധനം ചെയ്യാൻ പാടില്ല. ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. മനസ്സിലാക്കുക. നന്ദി, നമസ്തേ.